ബീഹാർ ബുദ്ധിരാക്ഷസനായ രാജ്യതന്ത്രജ്ഞൻ ചാണക്യനെയും മഹാനായ ഭരണാധികാരി അശോക ചക്രവർത്തിയെയും കരുത്തനായ രാഷ്ട്രീയക്കാരൻ ജയപ്രകാശ് നാരായണനെയും ഒക്കെ നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്ത മഹത്തായ ഒരു സംസ്ഥാനം. എന്നാൽ ഈ മഹാരഥന്മാർക്കെല്ലാം പുറമെ തികച്ചും നാടകീയവും സംഘർഷഭരിതവുമായ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ബീഹാറിന്. അധികാര വടംവലികൾ, ജാതി സമവാക്യങ്ങൾ, അക്രമം, അഴിമതി, പാർട്ടി ലയനങ്ങൾ, പിളർപ്പുകൾ, അങ്ങനെ തുടങ്ങി എല്ലാ ചേരുവകളും ഉൾക്കൊള്ളുന്ന ഉദ്യോഗജനകമായ ഒരു ചരിത്രം. സ്വാതന്ത്ര്യത്തിന് ശേഷം 2 പതിറ്റാണ്ടോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്ന ബീഹാറിൽ കോൺഗ്രസ് തകർന്നതിന്റെയും ജനതാ പാർട്ടി ഭരണം പിടിച്ചടക്കിയതിന്റെയും ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന ബീഹാർ മൂവ്മെന്റിന്റെയും ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, തേജസ്വിനി യാദവ് തുടങ്ങിയ നേതാക്കൾ വളർന്നു വന്നതിന്റെയുമെല്ലാം കഥകളിൽ നിന്ന് തുടങ്ങി ബീഹാറിനെ ഇളക്കിമറിച്ച് ബീഹാർ രാഷ്ട്രീയത്തിൽ പുതിയ ചരടുവലികൾക്ക് അരങ്ങൊരുക്കി ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര വരെ എത്തി നിൽക്കുന്ന സംഭവ ബഹുലമായ ബീഹാർ രാഷ്ട്രീയത്തിന്റെ ചരിത്രമാണ് ഈ ആഴ്ചയിൽ 7 മിനിറ്റ് സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രവുമായി ഒരുപാട് ഇടപഴകി കിടക്കുന്ന ഒന്നാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ അതിന്റെ ഏടുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹ സമരം. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിൽ കർഷകരെ അവരുടെ കൃഷി സ്ഥലത്ത് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിക്കുകയും അതിന് കാര്യമായ വിലയൊന്നും നൽകാതെ കർഷകരിൽ നിന്നും വിളവ് പിടിച്ചു വാങ്ങുകയും ചെയ്തിരുന്ന പ്രവർത്തനത്തിന് എതിരെയായിരുന്നു ചമ്പാരൻ സമരം നടന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഈ മുന്നേറ്റം കൊടുത്ത ഊർജം ചെറുതൊന്നുമല്ല. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായ ശ്രീ രാജേന്ദ്ര പ്രസാദിനെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ഉദയം നൽകിയത് ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചേർന്ന് പല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും ബീഹാർ ജനത പങ്കെടുത്തിട്ടുള്ളതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ബീഹാറിൽ ഒരു സംസ്ഥാന സർക്കാർ രൂപം കൊണ്ടപ്പോഴും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. പിന്നീട് കോൺഗ്രസ് പാർട്ടിയുടെ ബീഹാറിലെ ഈ സ്വാധീനം ക്ഷയിച്ചു തുടങ്ങുന്നത് 1970-കളിലാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന കാലം. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും അഴിമതിയും ചൂണ്ടിക്കാട്ടി അന്നത്തെ പ്രതിപക്ഷ നേതാവും ജനതാ പാർട്ടി സ്ഥാപകനുമായിരുന്ന ജയപ്രകാശ് നാരായൺ വിദ്യാർത്ഥികളെ മുൻനിർത്തി വലിയൊരു മുന്നേറ്റം ബീഹാറിൽ നടത്തുന്നു. ബീഹാർ മൂവ്മെന്റ്, JP മൂവ്മെന്റ്, ടോട്ടൽ റെവല്യൂഷൻ എന്നെല്ലാം അറിയപ്പെട്ട ഈ സമരം പിന്നീട് ഗുജറാത്തിലേക്കും ഇന്ത്യ ഒട്ടാകെയും വ്യാപിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ഗത്യന്തരമില്ലാതെ തന്റെ അധികാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ 1974 മാർച്ച് 18 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജയപ്രകാശ് നാരായൺ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ജയിലിലടക്കുകയും ചെയ്യുന്നു. ഈ സംഭവ വികാസങ്ങൾ ബീഹാറികൾക്കിടയിൽ ഒരു കോൺഗ്രസ് വിരുദ്ധ ചിന്ത ഉടലെടുക്കാൻ കാരണമാകുന്നു. പിന്നീട് 1977 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനതാ പാർട്ടി വലിയ മുന്നേറ്റം നടത്തുകയും ഇന്ത്യയുടെയും ബീഹാറിന്റെയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ശ്രീ മൊറാർജി ദേശായി ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായപ്പോൾ ശ്രീ കർപ്പൂരി താക്കൂർ ബീഹാറിന്റെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയുമായി. എന്നാൽ കർപ്പൂരി താക്കൂർ മന്ത്രിസഭയ്ക്ക് കഷ്ടിച്ച് 1.5 കൊല്ലത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനതാ പാർട്ടിയിൽ ഉണ്ടായ പിളർപ്പിനെ തുടർന്ന് മന്ത്രിസഭ താഴെ പോവുകയും കോൺഗ്രസ് തന്നെ ബീഹാറിന്റെ ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. രാജ് നരയൻ എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സെക്യുലർ എന്ന പാർട്ടിക്കും ഹിന്ദു ദേശീയവാദികളെല്ലാം ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടി BJP എന്ന പാർട്ടിക്കും രൂപം നൽകുകയും ചെയ്യുന്നു. പിന്നീട് ജനതാ പാർട്ടി ലോക് ദൾ എന്ന മറ്റൊരു പാർട്ടിയുമായി ചേർന്ന് ജനതാദൾ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നു. 1989 ബഗൽപൂരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന 1000-ഓളം പേർ കൊല്ലപ്പെട്ട വർഗീയ കലാപം നിയന്ത്രിക്കുന്നതിൽ കോൺഗ്രസ് ഗവൺമെന്റിന് സാധിക്കാതെ പോയത് പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നതിനും ജനതാദൾ കോൺഗ്രസിൽ നിന്നും ബീഹാറിന്റെ ഭരണം പിടിച്ചെടുക്കുന്നതിനും കാരണമായി. പിന്നീട് അങ്ങോട്ട് ലാലു പ്രസാദ് യാദവ് യുഗം ബീഹാറിൽ തുടങ്ങുകയായിരുന്നു. 1970-കളിൽ ബീഹാർ മൂവ്മെന്റ് തുടങ്ങിയ കാലത്ത് പാട്ന യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ശ്രീ ലാലു പ്രസാദ് യാദവ്. ബീഹാർ മൂവ്മെന്റിന്റെ ഭാഗമായിക്കൊണ്ടാണ് തന്റെ പൊതുപ്രവർത്തനത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. പിന്നീട് ജനതാ പാർട്ടി രൂപീകരിച്ചപ്പോൾ ആ പാർട്ടിയുടെ ഭാഗമായും ജനതാ പാർട്ടി പിളർന്നപ്പോൾ ജനതാ പാർട്ടി സെക്യുലറിന്റെ ഭാഗമായും ജനതാദളിന്റെ ഭാഗമായും ഒക്കെ അദ്ദേഹം തന്റെ പ്രവർത്തനം തുടരുന്നു. 1990 ബീഹാറിന്റെ അധികാരം ജനതാദൾ പിടിച്ചെടുത്തപ്പോൾ മുഖ്യമന്ത്രിയാകാൻ നറുക്കുവീണ ലാലു പ്രസാദ് യാദവ് 1997 വരെ നീണ്ട 7 വർഷക്കാലം ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി തുടരുകയുണ്ടായി. ബീഹാറിൽ യാദവ വിഭാഗത്തിന്റെയും
മുസ്ലിം വിഭാഗത്തിന്റെയും മറ്റ് താഴ്ന്ന ജാതിക്കാരുടെയെല്ലാം നേതാവായി വളരാൻ അദ്ദേഹത്തിന് എളുപ്പം സാധിച്ചു. പിന്നീട് ബീഹാറിൽ നടന്ന കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ജനതാദൾ നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ് രാഷ്ട്രീയ ജനതാദൾ RJD എന്ന പാർട്ടിക്ക് 1997 ലാലു പ്രസാദ് യാദവ് തുടക്കം കുറിച്ചു. ഏകദേശം ഇതേ കാലയളവിൽ തന്നെ 1994 ജോർജ് ഫെർണാണ്ടസും ബീഹാറിലെ മറ്റൊരു നേതാവായ നിതീഷ് കുമാറും ചേർന്ന് സമാന്ത പാർട്ടി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൂടി ബീഹാറിൽ രൂപം കൊടുക്കുകയുണ്ടായി. ഈ പാർട്ടി പിന്നീട് ശരത് യാദവിന്റെ ജനതാദൾ വിഭാഗവുമായി ചേർന്ന് 2003 ജനതാദൾ യുണൈറ്റഡ് JDU എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി. അന്നു മുതൽ ഇന്ന് വരെ ബീഹാറിലെ 2 രാഷ്ട്രീയ ചേരികൾ ലാലു പ്രസാദ് യാദവിന്റെ RJDയും നിതീഷ് കുമാറിന്റെ JDUമാണ്. 2005 ബീഹാറിന്റെ ഭരണം പിടിച്ചടക്കിയ JDU BJPയുടെ പിന്തുണയോടുകൂടി ഇപ്പോഴും ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 2015 മഹാഗത്ബന്ധൻ എന്ന് പേരിട്ട് പരസ്പരം എതിർത്ത് നിൽക്കുന്ന RJDയും JDUവും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു നാടകീയ സ്ഥിതിവിശേഷം ഒക്കെ ബീഹാറിൽ അരങ്ങേറിയെങ്കിലും അതൊന്നും അത്ര കണ്ട് വിജയമായിരുന്നില്ല. JDU തിരികെ BJP പാളയത്തിൽ തന്നെ എത്തിച്ചേരുകയുണ്ടായി. ഈ നീണ്ട കാലത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ സാധാരണക്കാരായ ബീഹാറികൾക്ക് എന്തു ലഭിച്ചു എന്ന് ചോദിച്ചാൽ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നിരക്ഷരത, ഉയർന്ന ശിശുമരണ നിരക്ക്, അങ്ങനെ പോകും ഉത്തരങ്ങൾ. ദിവസക്കൂലിക്ക് അന്യ സംസ്ഥാനങ്ങളിൽ ജോലി തേടി പോകുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിഭാഗവും ബീഹാറികളാണ്. ബീഹാർ നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ JDU BJP സഖ്യം നടത്തിയ തട്ടിപ്പുകളെ തുറന്നു കാട്ടിയുമെല്ലാമാണ് മറ്റൊരു തിരിച്ചുവരവിനായി RJDയുടെ ഇപ്പോഴത്തെ നേതാവും ശ്രീ ലാലു പ്രസാദ് യാദവിന്റെ മകനുമായ ശ്രീ തേജസ്വിനി യാദവും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ചേർന്ന് വോട്ടർ അധികാർ യാത്രയെല്ലാം നടത്തുന്നത്. നവംബറിൽ നടക്കുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷനിൽ ഉരുവാക്കപ്പെടുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ വരാനിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷനിലും പ്രതിഫലിപ്പിക്കപ്പെടും എന്നുള്ള നിരൂപണങ്ങൾ ബീഹാറിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളെ ദേശീയ തലത്തിലും പ്രസക്തമാക്കുന്നതാണ്. മറ്റൊരു ചരിത്ര കഥയുമായി അടുത്ത ആഴ്ച 7 മിനിറ്റ് സ്റ്റോറിയിൽ വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമന്റ്.